ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബൈബിളിൽ നിന്നും ചില കുസൃതി ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷുഫ മനു, മുംബൈ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ പേജുകളിൽ എത്തുവാൻ താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ആദ്യത്തെ ചോദ്യം: കറികളിൽ ഞാൻ കൂടിയാൽ പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരെ വരും. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളിൻ്റെ പേരിൽ ഞാനുണ്ട്. എൻ്റെ പേരോട് കൂടിയ ശിഷ്യൻ ആരാണ്? ഉത്തരം: എരുവുകാരൻ ശീമോൻ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഞാൻ ഒരാൾ മതി സ്വർഗം സന്തോഷിക്കാൻ, എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: മാനസാന്തരപ്പെടുന്ന പാവി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഞങ്ങളുടെ എണ്ണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കൂടെയുള്ള കുറച്ചുപേർ എടുത്തത് ഞങ്ങൾ കുറച്ചുപേർ എടുത്തില്ല. ചോദിച്ചപ്പോൾ പറയുന്നു കടയിൽ പോയി വാങ്ങാൻ, എങ്കിൽ ഞങ്ങൾ ആരാണ്? ഉത്തരം: 10 കന്യകമാർ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഞങ്ങൾ 3 പേർ, സ്ഥാനത്തിൽ ഞാൻ മൂന്നാമൻ, എങ്കിലും ഞാൻ മറ്റ് 2 പേരേക്കാൾ വലിയവൻ, എങ്കിൽ ഞാൻ ആര്? ഉത്തരം: ഞങ്ങൾ 3 പേർ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ വലുത് സ്നേഹം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഇന്നത്തെ കാലത്ത് ആരെയെങ്കിലും ദൈവം അനുഗ്രഹങ്ങൾ കൊടുത്തുയർത്തിയാൽ അസൂയപ്പെടുന്ന ചിലരുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലും ഇങ്ങനെ അനുഗ്രഹിച്ചുയർത്തിയത് കണ്ട് അസൂയപ്പെട്ടവരുണ്ട്. അവർ ആരെന്നറിയാമോ? ഉത്തരം: ഫെലിസ്ത്യർക്ക് ഇസഹാക്കിനോട് അസൂയ തോന്നി. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ആഗ്രഹിച്ചു പറിക്കാൻ പോയതാ, മടി നിറയെ കൊണ്ടുവന്നതോ വേറൊന്ന്, എങ്കിൽ പറിക്കാൻ പോയതെന്ത്, കൊണ്ടുവന്നത് എന്ത്? ഉത്തരം: പറിക്കാൻ പോയത് ചീര, കൊണ്ടുവന്നത് പേച്ചൂര. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 39-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: കപ്പ പുഴുങ്ങി തിന്നുന്ന ശീലമുള്ളതുകൊണ്ടാവാം ഈ സ്ത്രീകളും ഇങ്ങനെ ചെയ്തത്, എങ്കിൽ അവർ ചെയ്തത് എന്താണ്? ഉത്തരം: മകനെ പുഴുങ്ങിത്തിന്നത്. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 28-29 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: സഹോദരിമാർ പൊതുവെ അസൂയയില്ലാത്തവരാണല്ലോ. അതുപോലെ തൻ്റെ സഹോദരിയോട് അസൂയ മൂത്ത ഒരാളെ ബൈബിളിൽ കാണാം. ആരാണത്? ഉത്തരം: റാഹേൽ. റാഹേലിന് ലേയയോട് അസൂയ തോന്നി. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: ഗർഭം, മനുഷ്യൻ, സ്വർഗരാജ്യം, ഇതുമായി ബന്ധമുള്ള ഞാൻ ആരാണ്? ഉത്തരം: ഷണ്ണന്മാർ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം: തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ എന്തുകൊണ്ടാണ് ഉപജീവിച്ചത്? ഉത്തരം: തൈരും തേനും കൊണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 7-ാം അധ്യായം 15-ാം വാക്യം.
ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്.